അമ്മയെ പിതാവ് കുത്തിക്കൊലപ്പെടുത്തിയതോടെ ഒറ്റപ്പെട്ടു പോയ പറക്കമുറ്റാത്ത 3 പെൺകുട്ടികൾ നാടിന്റെ നൊമ്പരമായി മാറുകയാണ്. പത്തനംതിട്ട പുല്ലാട് ആലുംതറയിൽ അഞ്ചാനിക്കൽ വീട്ടിൽ ഷാരിയുടെയും ജയകുമാറിന്റെയും മക്കളായ 10 വയസ്സുകാരി ആവണിയും 6ഉം 4ഉം വയസ്സുള്ള വേണിയും ശ്രാവണിയുമാണ് ഈ ഹതഭാഗ്യർ. അമ്മയെ കുത്തിക്കൊലപ്പെടുത്തിയതോടെ ഇവരുടെ പിതാവ് ജയിലിലാണ്. ആവണി പുല്ലാട് SVHSSലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. വേണി കുറുങ്ങഴ ഗവൺമെന്റ് LPSൽ 2ാം ക്ലാസ്സിലും ശ്രാവണി അംഗൻവാടിയിലുമാണ്. കഴിഞ്ഞ ഓഗസ്റ്റ് 2ാം തീയതിയായിരുന്നു നാടിനെ നടുക്കിയ കൊലപാതകം. തങ്ങളുടെ മുന്നിലിട്ട് അമ്മയെ കുത്തിക്കൊലപ്പെടുത്തുന്നത് നിലവിളിച്ചുകൊണ്ട് കണ്ടു നിൽക്കാനേ ആ മക്കൾക്ക് കഴിഞ്ഞുള്ളൂ. മദ്യപിച്ച് ബഹളം വെക്കാറുള്ള ജയകുമാർ ഷാരിയെ സംശയിച്ചതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. തടയാൻ ശ്രമിച്ച ഷാരിയുടെ പിതാവ് ശശിക്കും അദ്ദേഹത്തിന്റെ സഹോദരിയായ രാധാമണിക്കും മാരകമായി കുത്തേറ്റു. വയറിനും നെഞ്ചിനുമാണ് 3 പേർക്കും കുത്തേറ്റത്. 3 പേരെയും കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും അടുത്ത ദിവസം തന്നെ ഷാരി മരിച്ചു. 2 ദിവസത്തിനുള്ളിൽ ജയകുമാർ കസ്റ്റഡിയിലാവുകയും ചെയ്തു. ഷാരിയുടെ കുടുംബ വീട്ടിൽ താമസിച്ചാണ് കവിയൂർ സ്വദേശിയായ ജയകുമാർ കൂലിപ്പണിക്ക് പോയിരുന്നത്. മുൻപും കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഷാരി പോലീസിൽ പരാതി നൽകിയിരുന്നു. അന്ന് ജയകുമാറിനെ താക്കീത് നൽകി വിട്ടയക്കുകയായിരുന്നു. ഷാരിയുടെ രക്ഷിതാക്കളാണ് കുട്ടികളെ ഇപ്പോൾ സംരക്ഷിക്കുന്നത്. കുത്തേറ്റതിനാൽ പിതാവ് ശശിക്ക് ജോലിക്ക് പോകാനാവില്ല. അമ്മ സാവിത്രിയും കുട്ടികളെ തനിച്ചാക്കി പുറത്തു പോകാറില്ല. 2 മുറി മാത്രമുള്ള ചെറിയ വീട്ടിലാണ് കുട്ടികളുമായി ശശിയും സാവിത്രിയും താമസിക്കുന്നത്. ഷാരിയുടെ സഹോദരൻ ശരത്തും നാട്ടുകാരും സ്കൂൾ അധികൃതരും വാർഡ് മെമ്പറും സഹായിച്ചാണ് ഇവരുടെ ജീവിതം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്.